ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗ്സ് വിത്ത് രാജി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ഷോർട്സിൽ കാണിച്ചിരുന്ന വെജിറ്റബിൾ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം 2 മാങ്ങയും 3 മുരിങ്ങക്കായും പിന്നെ 1 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് പാത്രത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. സാദാ മുളക് പൊടിയാണ്, നല്ല എരിവുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് കറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും ഈ മെത്തേഡിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള കല്ലുപ്പും കൂടി ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അടച്ച് വെച്ചപ്പോൾ അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് കുറച്ച് ചെറിയ ഉള്ളി, 1 കൈപ്പിടിയുടെ അത്രയും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് വേവാവുന്ന പച്ചക്കറികളാണ് മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും മാങ്ങയൊക്കെ പെട്ടെന്ന് ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കണം ഈ കറിക്ക്. ഇപ്പോൾ ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരകിയതും പിന്നെ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഞാൻ മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച് പകുതി വേവായപ്പോൾ ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്തു. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി. ഇപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ. ഈ സമയത്താണ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കേണ്ടത്. ഞാൻ തേങ്ങയുടെ കൂടെ ചെറിയ ജീരകം 1/4 ടീസ്പൂൺ അതും കൂടി അത് മാത്രമേ തേങ്ങയും ജീരകവും ചെറിയ ജീരകം മാത്രമേ അരച്ച് ചേർത്തിട്ടുള്ളൂ. ഇത്രയും മതി. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ. തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് തിള വന്ന പിന്നെ നമ്മൾ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് പരിപ്പോ ഒന്നും ആവശ്യമില്ല, അതൊന്നും ചേർത്തിട്ടില്ല. വേണ്ട, പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കഴിഞ്ഞു. കറി ഈ പാകത്തിനായിരിക്കണം. അധികം വെള്ളം പോലെ ആവരുത്, അധികം കട്ടിയാവരുത്. പക്ഷെ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്നുകൂടി കുറുകി കിട്ടും. അപ്പം ഇതിൽ മാങ്ങ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പുളിയും കൂടി ഉണ്ടാവും. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ലാസ്റ്റ് പച്ചക്കറിവേപ്പില വിതറി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. പച്ചക്കറിയൊക്കെ വെന്ത് കറി പാകമായി പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് അടച്ച് വയ്ക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. ഈ പച്ചക്കറിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഉണ്ടോ അത് ചേർത്ത് ഈ മെത്തേഡിൽ ഉണ്ടാക്കാം. അപ്പോൾ അത് ഇറക്കി വെച്ചെന്ന് തന്നെ ഞാനൊരു മെഴുക്ക് വരട്ടി കൂടി ഉണ്ടാക്കി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. അത് കറിവേപ്പില ചേർത്ത് കഴിഞ്ഞ് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ മുറിച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒരുവിധം ഒക്കെ വഴണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വെണ്ടയ്ക്ക 1 കിലോ വെണ്ടയ്ക്ക ഞാൻ ചെറുതായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അധികം എണ്ണയൊന്നും ആവശ്യമില്ല. എണ്ണ അധികം ചേർക്കാതെ നമ്മൾ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ മാത്രം മതി ഈ മെഴുക്ക് വരട്ടി. അപ്പോൾ 1/4 ടീസ്പൂൺ ഇതേ മഞ്ഞൾപ്പൊടി, ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതിയാവും. ഇത് 1 കിലോ വെണ്ടയ്ക്ക അതേ ഇങ്ങനെ ഈ പാകത്തിന് കട്ട് ചെയ്ത് വെക്കണം. അധികം പൊടിയല്ലാതെ കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഞാൻ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിന് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ഓറഞ്ചാണ്, ഞങ്ങളുടെ വീട്ടിൽ മരത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ ക്രഷ് ഓറഞ്ച് ഞാൻ 2ആയിട്ട് മുറിച്ച് അതിൻ്റെ കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ട് അതിലുള്ള നീര്, ഇപ്പോൾ നല്ല പുളിയുള്ള ഓറഞ്ചാണ് കേട്ടോ. ഇത് മധുരമില്ല, നല്ല പുളിയാണ്. ചെറുതായിട്ട് ഈ പാകത്തിൽ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ ക്രഷ് ഓറഞ്ച്. അപ്പോൾ ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം ഈ വെണ്ടയ്ക്കയുടെ കൂടെ ചേർക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. ഈ വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പ് പെട്ടെന്ന് മാറും.
അപ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ആ 1 ക്രഷ് ഓറഞ്ചിൻ്റെ നീര് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അടച്ച് വെക്കും, പിന്നെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അധികം എണ്ണ ചേർക്കാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഇത് വേണ്ട ഇപ്പോൾ വേവണ വരെ ഇത് തന്നെയാണ് നമ്മൾ തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുക്കി പിടിച്ചിട്ടില്ല, അതിൻ്റെ വഴുവഴുപ്പ് പറ്റി പിടിച്ച് സൈഡിൽ ആ കളർ വന്നതാണ്, അല്ലാതെ അടുക്കി പിടിച്ചിട്ടില്ല. അടുത്ത് തന്നെ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അത് അടുപ്പിൽ വെച്ചിട്ട് അപ്പുറത്ത് പോയാൽ അടുക്കി പിടിക്കും. ചെറുതായിട്ട് കട്ട് കൊണ്ട് പെട്ടെന്ന് വേവ് കിട്ടും. അത് ഈ വെണ്ടയ്ക്ക നമ്മൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വേവ് അധികം ഇല്ലാത്ത വെജിറ്റബിളാണല്ലോ ഇത്. ഇപ്പം നിങ്ങളെല്ലാവരും മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതാണ്, പക്ഷേ എണ്ണ അധികം ചേർക്കാതെ എങ്ങനെ മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്രഷ് ഓറഞ്ച് ഇല്ലെങ്കിൽ നാരങ്ങ, സാധാ നാരങ്ങ നീരുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് അതിൽ ചേർത്താൽ, അല്ലെങ്കിൽ ഒരു 4-5 തുള്ളി മാത്രം ചേർത്താൽ മതി. ചേർത്ത് ആദ്യമേ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെണ്ടയ്ക്ക ചേർത്ത് തന്നെ 4-5 തുള്ളി നാരങ്ങ നീര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വഴുവഴുപ്പ് പെട്ടെന്ന് മാറും. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ 2 ഡിഷും നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പം അമ്മയും അച്ഛനും ഈ കറി മെഴുക്ക് വരട്ടിയും കൂട്ടി നിങ്ങളോട് പറയും. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വെണ്ടയ്ക്ക വെളുക്ക് വരട്ടിയൊക്കെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.